ആംബുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ കുമ്മൻ സ്ട്രാറ്റജി എന്നും പറയാം. രാഷ്ട്രീയമായിട്ട് ആരും എടുക്കല്ല കേട്ടോ, ഞാൻ വളരെ തമാശക്ക് പറഞ്ഞതാണ്. 2019 ഫിജി വാട്ടർ ഗേൾ എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഫിജി എന്ന് പറയുന്ന ഒരു വാട്ടർ ബ്രാൻഡാണ്. അവർ കാലിഫോർണിയയിൽ നടന്ന ഗോൾഡൻ ഗ്ലോബ് ഇവൻറ്റ്, സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു ഗോൾഡൻ ഗ്ലോബ് ഇവൻറ്റ്. ആ ഇവൻറ്റിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ ഈ ഒരു ഫിജിയുടെ ബോട്ടിൻ്റെ അതേ കളറിലുള്ള നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് ആ ഒരു ഇവൻറ്റിലേക്ക് അവരങ്ങ് ഇറക്കി വിട്ടു. അതിനുശേഷം അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണോ സെലിബ്രിറ്റീസ് ഒത്തുകൂടുന്നത്, എവിടെയൊക്കെയാണോ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ആൾക്കാർ തിരക്ക് കൂട്ടുന്നു, അവിടെയൊക്കെ ഈ ഗേൾസിന് അവരവങ്ങ് പിന്നെ അതിൻ്റെ പുറകിലങ്ങ് നിർത്തി. ഏതൊക്കെ ഫ്രെയിമിൽ ഫോട്ടോസ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഈ ഗേൾസ് ഫിജി വാട്ടർ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വളരെ ബ്രൈറ്ററായിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആൾക്കാരുടെ അറ്റൻഷൻ ആ ഫോട്ടോനേക്കാളും പോകുന്നത്, ആ സെലിബ്രിറ്റിയുടെ ഫോട്ടോനേക്കാളും അറ്റൻഷൻ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയിലേക്കും ആ വാട്ടർ ബോട്ടിലേക്കും പോയി. ആക്ച്വലി ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുമ്മൻ സ്ട്രാറ്റജി എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ആയെങ്കിലും അത് ഉണ്ടാക്കിയ റിസൾട്ട് മാസീവായിട്ടുള്ള റിസൾട്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ 1.3 ബില്യൺ ഇംപ്രഷൻസ് ആണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. സെയിൽസ് എത്ര കൂടിയെന്നറിയോ? 54% ആണ് ആ ഒരു ക്യാമ്പയിന് ശേഷം സെയിൽസ് ഇൻക്രീസ് ആയത്. അത് മാത്രമല്ല, ട്വിറ്ററിലെ 2019 നമ്പർ 1 കോണ്ടന്റ് ആയിട്ട് മാറാൻ സാധിച്ചു. ആക്ച്വലി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് പലപ്പോഴും സ്ട്രാറ്റജി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് മാസീവായിട്ടുള്ളത് തന്നെയാണ് എപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്.